ഹായ് ഓൾ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതേ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ലാസ്റ്റ് വീഡിയോ കണ്ടു, നിങ്ങൾ ഒരുപാട് പേരുടെ കമൻസൊക്കെ കണ്ടു. ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. നമ്മളോടും നമ്മുടെ മക്കളോടുള്ള നിങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. അതിൽ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, തൊട്ടടുത്ത് കായൽ പുഴയുള്ളതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷേ എനിക്കത് ഓർമ്മ വന്നുപോയി, ഒരു സംഭവം ഉണ്ടായിട്ടോ, എന്താണെന്നുള്ളത് പറയാവേ. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ചീരനെ പറ്റി നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് അറിയില്ല. പണ്ട് കാലത്ത് ഉമ്മക്ക് വെച്ച് തരുമായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ മുട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് കിച്ചണിൽ നോക്കിയപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ പുറത്ത് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചീര ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ചിട്ട് മുട്ടയിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പൊട്ടിക്കുകയാണ് കേട്ടോ. നോക്കിയ സമയത്ത് മുട്ടയുമില്ല. അപ്പോൾ പിന്നെ തൽക്കാലം അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പഴയ വീട്ടിൽ എൻ്റെ ചാമ്പ മരത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ഭയങ്കര ടേസ്റ്റുള്ള നല്ല വലിയൊരു ചാമ്പയില്ലേ, അത് എനിക്കതിനൊക്കെ വിട്ടിട്ട് വരാൻ ഭയങ്കര സങ്കടമാണ് കേട്ടോ. പക്ഷേ അൽഹംദുലില്ലാ, എനിക്ക് വേണ്ടി ഇവർ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ചാമ്പ മരമൊക്കെ ഉണ്ടാക്കി വെച്ച പോലെ തോന്നിപ്പോയി. സെയിം ചാമ്പ, റെഡ് കളറിലുള്ളത് ഒരെണ്ണം, വൈറ്റിലുള്ളത് ഒരെണ്ണം, ഉണ്ടച്ചാമ്പ, ഇതുപോലൊരു 5-6 വകയ്ക്കുള്ള ചാമ്പ നമ്മുടെ ഈ ഇപ്പോഴത്തെ പുതിയ വീട്ടിൽ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ നേര് കാണുന്നത് വൈറ്റ് നല്ല വലിയ ചാമ്പയാണ്. പിന്നെ റെഡ് ചാമ്പ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അവിടത്തേക്കാളും കുറച്ചും കൂടെ വലിയ മരമാണ്. നമ്മുടെ മരത്തിൽ നമുക്ക് കൈയെത്തുന്ന ദൂരത്തേക്ക് കിട്ടും, പക്ഷേ ഇതങ്ങനെ കിട്ടൂല. അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ കാണാനൊക്കെ വേണ്ടിയിട്ട്. ഇതിൻ്റെ അപ്പുറത്താണ് നിങ്ങൾ ഈ പറഞ്ഞ കായൽ, പുഴ എന്ന് പറഞ്ഞൊരു സംഭവം പുഴയല്ല, അതൊരു കുളമാണ്, പ്രൈവറ്റ് കുളമാണ്. ഭാഗ്യത്തിന് എൻ്റെ സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ മുകളിൽ കൊണ്ടുവച്ചു, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം പോയേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഉറങ്ങി, അതായത് ഞാൻ നേരത്തെ കിടക്കും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഒരു 8 മണിക്കൊക്കെ എനിക്ക് നന്നായിട്ട് ഉറക്കം വരും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കമായിരിക്കും. കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഉറങ്ങുന്നത് കേട്ടോ. പിന്നെ എനിക്കൊരു 3 മണിക്ക് ഞാൻ എണീച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എണീച്ചിട്ട് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി ഞാൻ. അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിന് ശേഷം എണീറ്റ് വന്ന സമയത്ത് എൻ്റെ പൊന്നു, ഫുള്ള് കിച്ചൺ, 2 കിച്ചൺ പുറകിൽ, അത് ഫുള്ളും 3 കിച്ചൺ ഫുള്ളായിട്ട് വെള്ളം. പിന്നെ ഹാളിൽ, പിന്നെ ബെഡ്റൂമിലേക്ക് വരെ ഉള്ളിലേക്ക് വെള്ളം കടന്നിരിക്കുക. അത്രയ്ക്കും വെള്ളമായിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് നോക്കിയപ്പോൾ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് പ്ലംബിങ് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈപ്പിലേക്ക് ഉള്ളിൽ ഒരു സാധനം വെച്ച് തിരുകിയിട്ട് കുറച്ച് തുണിയും വെച്ച് തിരുകിയിട്ടുണ്ടായിരുന്നതാണ്. രാത്രി ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മലമ്പുഴ വെള്ളം വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്ക് ഇങ്ങോട്ട് ശേഷമാണ് തോന്നുന്നു നന്നായിട്ട് വെള്ളം വീട് ഫുള്ളും ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കണ്ട് എനിക്ക് തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നി. പഠിച്ചവനെ, അല്ലെങ്കിൽ നിർത്താത്ത പണിയാണിപ്പോൾ. ഒരു വീട് മാറിക്കഴിഞ്ഞാൽ അറിയാലോ, അമ്മാതിരി പണിയാണ്. ഓരോന്നും മെല്ലെ ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ ഭാഗത്ത് ഒതുക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ കുട്ടികളുടെ സ്കൂള് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കൂടെ വന്ന് നിറഞ്ഞപ്പോൾ തൃപ്തിയായി. കുളത്തിൻ്റെ ഒന്നല്ല. പിന്നെ ഈ വീടിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നല്ല ഹൈറ്റിലാണ് ഇവർ കെട്ടിയിട്ടുള്ളത്. നോർമലി ഇപ്പുറത്തുള്ള വീടൊക്കെ നല്ല ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ വെള്ളം കയറുന്ന പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പൈപ്പ് പൊട്ടിയത് കൊണ്ട് നമുക്കങ്ങനെ സംഭവിച്ചതാണ്. പിന്നെ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കൂടുതലും വിശ്വസിക്കുന്നത്, ഡെയിലി പണി കിട്ടുന്നത്. അത് മാത്രമല്ല, ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം സംഭവിച്ചത് ഓക്കെ. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് പേടിയായിട്ട്, പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പിറ്റേ ദിവസം പേടിയായിട്ട് രാത്രി തന്നെ ഞാൻ പോയിട്ട് മലമ്പുഴ വെള്ളത്തിൻ്റെ വാൾവ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോണ്ട് ടാങ്കിൽ വെള്ളം തോർന്നു. അപ്പോൾ കുറച്ച് നേരം വെള്ളം കയറട്ടെ, അതിന് ശേഷം ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി തുറന്നു വിട്ടു. വെള്ളം കയറി ടാങ്കിലൊക്കെ വെള്ളം നിറച്ചു. പക്ഷെ രാത്രി എപ്പോഴും ഞാൻ ഈ സംഭവം വീണ്ടും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു. പിറ്റേ ദിവസം ഓർമ്മോടക്ക് ഞാൻ 3 മണിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റ സമയത്ത് വേഗം കിച്ചണിൽ കൂട്ടി വന്ന് ഇങ്ങനെ നോക്കായിരുന്നു കേട്ടോ, വെള്ളം വല്ലതും വീഴുന്നുണ്ടോയെന്ന്. ഇല്ല, അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഖുർആനൊക്കെ ഓതിയതിന് ശേഷം വീണ്ടും പോയി കിടന്നു. എന്തായാലും വെള്ളം വന്നിട്ടില്ലല്ലോ, വീണില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് വിചാരിച്ച്. പിന്നെ നല്ല ക്ഷീണത്തിൽ സംഭവം ഉറങ്ങിപ്പോയി. എണീറ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ 7 മണി.
എൻ്റെ പൊന്നോ, തലേ ദിവസത്തേക്കാളും മൊത്തം വീട്, അതായത് ഹോള് കണ്ടില്ലേ, നമ്മൾ വെച്ച സാധനങ്ങൾ വരെ നനഞ്ഞു. അപ്പുറത്തെ ബെഡ്റൂമിലേക്ക് കയറി, ഇപ്പുറത്താണെങ്കിൽ ഫ്രിഡ്ജ്, വലിയ ഫ്രിഡ്ജാണ്, അടിയിൽ കൂടെ വെള്ളം കയറിയിട്ടുണ്ടാവുകൊണ്ട് പഠിച്ചോനെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇനി ഇതെല്ലാം വീണ്ടും വാങ്ങിക്കുക എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. ഇപ്പം തന്നെ വാഷിംഗ് മെഷീൻ ഇല്ലാതെ നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെയായിട്ട് പിന്നെ എനിക്കൊരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഈ കുപ്പി പാത്രങ്ങളൊക്കെ ആയിരിക്കും, അത് നനയൂല എന്നുള്ളത്. പിന്നെ നമ്മളൊന്നും ചെയ്യാനും പറ്റൂലല്ലോ, ഇനിയിപ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ ചെയ്യുക. അങ്ങനെ ആയിട്ട് ഹയാൻകുട്ടൻ അത്യാവശ്യം ഒരു മടിയനാണ്, എനിക്കത് പറയാൻ മടിയൊന്നുമില്ല. അവൻ വിട്ടാൽ നമ്മൾ നോക്കി നിൽക്കും. നമ്മളൊരു പണി ചെയ്യുമ്പോൾ അവൻ ഇങ്ങനെ നോക്കി നിൽക്കും. നമ്മൾ അങ്ങോട്ട് നിർബന്ധിച്ച് പറയണം, ഹയാനു ഇത് ചെയ്യ് അത് ചെയ്യുമെന്ന് പറയുമ്പോൾ അവൻ മെല്ലെ പതുക്കെ എങ്ങനെയെങ്കിലും ഒരു ഒഴിവാകാൻ ചാൻസ് ഉണ്ടോ നോക്കി നിൽക്കും. പക്ഷെ ഞാൻ അതിന് വിടില്ല. ഞാൻ അവനോട് പറയും, എല്ലാവരും ജീവിക്കുന്ന വീടാണ്, നമ്മളെല്ലാവരും ഈക്വലി പണി ചെയ്യണം, എല്ലാവരും ഈക്വലി കഷ്ടപ്പെടണം. ഒരാൾ മാത്രം കഷ്ടപ്പെട്ടിട്ട് ബാക്കിയുള്ളവർ സുഖിക്കുന്ന ഒരു ഏർപ്പാട് നമുക്ക് ചേർന്ന് സംസ്കാരമല്ല, അങ്ങനെയല്ല, ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ചെയ്യും കേട്ടോ. റാനക്കുട്ടി പക്ഷെ അങ്ങനെയല്ല, എന്നെക്കൊണ്ട് ഒരു വെയിറ്റ് എടുപ്പിക്കില്ല, ഒന്നും ചെയ്യില്ല. ഇവളായിരിക്കും വലിയ ആണുങ്ങളെ പോലെ വന്നിട്ട് മാരെ എന്താണ് വെയിറ്റ് എടുക്കുന്നത്, അങ്ങോട്ട് എന്ന് പറയും. എന്നിട്ട് ഹയാനോട് പറയും, ഞാൻ പണി ചെയ്യണത് കണ്ടു എന്ന് വെച്ചാൽ, ഡാ എന്തിനാണ് അമ്മീനെ ഇങ്ങനെ പണി ചെയ്യിപ്പിക്കണത്, നീ എന്തിനാണ് നോക്കി നിൽക്കുന്നത്, ചേടാ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പറയും. ചിലർക്ക് അങ്ങനെ ബേസിക്കലി അങ്ങനെ ഒരു മടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെറുതെന്ന് അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. പിന്നെ മാറുമല്ലേ എന്നുള്ളതൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ്. അങ്ങനെ എല്ലാവരെയും പെട്ടെന്നൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ മക്കളെ നമുക്ക് മാക്സിമം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഹയാൻകുട്ടനെ കൊണ്ട് ഇങ്ങനെ പണി ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റാനക്കുട്ടി അവിടെ പണി ചെയ്യുന്നത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇത്രയും നേരം മറ്റ് ബാക്കിയുള്ള റൂമുകളിലെ വെള്ളം എല്ലാം കോരി ഒഴിക്കുന്നതും അവിടെയൊക്കെ തുടച്ചതും എല്ലാം നമ്മുടെ റാനക്കുട്ടി തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇച്ചു ബേബീനെ ഒന്ന് കുളിപ്പിച്ച് തരുമോ എന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ. ഇന്ന് എനിക്ക് ഒരു വ്ളോഗ് എടുക്കുക, എന്തായാലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ക്യാമറ ഓണാക്കി വിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ബാക്കിയുള്ള പണികൾ. കാരണം ഞാനില്ലാന്നുണ്ടെങ്കിൽ ഹയാൻ മെല്ലെ മുങ്ങും, നമ്മളും കൂടെ നിന്നാലേ അവൻ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ റാൻകുട്ടി ഇച്ചു ബേബീനെ കുളിപ്പിക്കാനും വേണ്ടിയിട്ട് പോയി. അവസാനം കോരിയൊക്കെ ഒഴിച്ച് ഇനി ലാസ്റ്റ് എന്തായാലും തുടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ തുടച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ആൺകുട്ടിയല്ലേ, കുറച്ചും കൂടെ നല്ല ബലം ഉണ്ടാവും ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനും വേണ്ടിയിട്ട്. എൻ്റെ കൈ ചെറുതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ പിഴിഞ്ഞാൽ അങ്ങനെ അധികം വെള്ളം പോലെ. അപ്പോൾ ഹയാൻ ആ ഒരു പണി കൊടുത്തു. അപ്പോൾ അവനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തോ ഭാഗ്യത്തിന് താഴെ തുണികളൊന്നും വെക്കാത്തതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോഡ് തുണികൾ മൊത്തം ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ അത്യാവശ്യമുള്ളതൊക്കെ തുടച്ചു. പിന്നെ അങ്ങോട്ട് പറ്റുന്നില്ല, ബാക്കി ഞാൻ ഫാൻ ഇട്ടു മാക്സിമം ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതേ നമ്മുടെ സാധന സാമഗ്രികളെല്ലാം സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. ഒരു ട്രൈപ്പോഡ്, ഒരു റിംഗ് ലൈറ്റൊക്കെ. ട്രൈപ്പോഡൊക്കെ പൊട്ടിയിട്ട് കാലം കുറേ ആയിട്ടോ, വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങാനും പറ്റില്ല, പൊട്ടിയത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും റിംഗ് ലൈറ്റ് വേണം. കിച്ചൺ കുറച്ച് ഇരുട്ടാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെന്ന് പറയുമ്പോൾ കുറേ ലൈറ്റ് ഉണ്ടാവുമല്ലോ, ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ അതൊക്കെ ഓരോന്ന് പൊളിച്ചെടുക്കായിരുന്നു കേട്ടോ. അന്നത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അമ്മ കുറേ ദിവസമായിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം എൻ്റെ അനിയൻ്റെ കല്യാണമാണ്, കസിൻ്റെ, കുറേ ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കല്യാണമാണ്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാവരും ഒരുങ്ങിയായി. നീ മാത്രം മക്കൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല, നല്ല ഡ്രസ്സുകൾ പോലും ഇല്ല മക്കൾക്ക് ഇടാൻ, വാ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അന്നും കൂടെ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു 6 മണി ആയപ്പോൾ ഹയാനെ വീട്ടിലിരുത്തിയിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. ഞാൻ മാത്രമാണ് പോയത്. പിന്നെ അമ്മാനെ അവിടെ പോയി വിളിച്ച് കുട്ടികളെയും വിളിച്ചിട്ട് നേരെ നമ്മുടെ പാവപ്പെട്ടവരുടെ തുണിക്കട എന്നറിയപ്പെടുന്ന സുഡിയോയിലേക്ക് പോയി. അതായത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മെമ്പേഴ്സൊക്കെ കൂടുതലുള്ള ഫാമിലിയാണെന്നുണ്ടെങ്കിൽ സുഡിയോ സൂപ്പറാണ്. കാരണം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് അത്യാവശ്യം ഡ്രസ്സുകൾ മക്കൾക്ക് എടുക്കാനായിട്ട് പറ്റും. മറ്റതൊക്കെ എന്ന് പറയുമ്പോൾ മിനിമം 2000, 1500 ഒക്കെ വേണ്ടി വരും. ഇതാണെങ്കിൽ ചിലപ്പോൾ 200 രൂപയ്ക്കും ബനിയന് കിട്ടും. ഞാനിപ്പോൾ എന്താ അധികവും ചെയ്യലെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികളല്ലേ, പെട്ടെന്ന് വളരും, അവർക്ക് ഡ്രസ്സ് സൈസ് പോരാതെ ആവും, പിന്നെ കളർ ഫെയ്ഡാവും, ചളിയാവും, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് 3 പേർക്കും ഒരേപോലെ വല്ല ബനിയനും എടുക്കും. ഒരു 200 അല്ലെങ്കിൽ ഒരു 399 ഒക്കെ വരുന്ന പോലത്തെ സെയിം ഒരേപോലെ ബനിയനും എടുക്കും. 2-3 പാൻറ്റും എടുത്തു കഴിഞ്ഞാൽ അവർ സെറ്റ്. ഒരാൾക്ക് എടുക്കുന്ന പൈസയിൽ നമുക്ക് 3 ആൾക്കാർക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ സ്റ്റുഡിയോയിലാണ് വരുന്നത്. അങ്ങനെ സ്റ്റുഡിയോയ്ക്ക് വന്നു. ചുച്ചുക്ക് മാത്രം അമ്മക്ക് ഫ്രോക്ക് വേണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മാക്സിമം കിട്ടുന്നിടത്തോളം എടുത്തു. നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള കല്യാണം ആകുമ്പോൾ എന്തായാലും മൈലാഞ്ചി കല്യാണം ഒക്കെ ഉണ്ടാവുമല്ലോ.
അപ്പോൾ ചെറിയ കുട്ടികൾക്ക് മാത്രമാണ് എടുത്തത്. ഞാൻ ഹയാനെ നോക്കിയ സമയത്ത് എനിക്കൊന്നും സെറ്റാവുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു റനാനെയും ഹയാനെയും വിട്ടിട്ട് റനക്കുട്ടി നന്നായിട്ട് സെലക്ട് ചെയ്യും കേട്ടോ. ഹയാൻക്കൊക്കെ അവനെ സ്റ്റൈലിഷ് ആക്കി നടത്താൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവനാണെങ്കിൽ എന്താ പറയുക, ഇഷ്ടമാണ്, പക്ഷേ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ് അവന്. നമുക്കൊന്നും പെട്ടെന്ന് അങ്ങോട്ട് വളഞ്ഞു കിട്ടൂല. അപ്പോൾ അതേ ഈ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ എടുത്തത്. ഞാൻ എൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ കാണിക്കാം. നിങ്ങൾക്കും ഒരുപാട് പ്രൈസൊന്നും കൊടുക്കണ്ട, പക്ഷേ അത്യാവശ്യം സ്റ്റൈലിഷായിട്ട് കുട്ടികളുടെ ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്താൽ മതി. ഇതിവരുടെ പ്രൊമോഷനാണെന്നൊന്നും വിചാരിക്കേണ്ട, അവർക്ക് പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഒരേപോലെ കളറിലുള്ള ഡ്രസ്സുകൾ, അങ്ങനെ ഒരു 3 എണ്ണമൊക്കെ എടുക്കും. ചിലപ്പോൾ ചുച്ചുക്ക് കിട്ടൂല. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ചുച്ചു പെട്ടെന്ന് തടി വെച്ചല്ലോ, വലിയ കുട്ടിയായി എന്ന് പറഞ്ഞിട്ട്. ചുച്ചു അത്യാവശ്യം ഇപ്പോൾ മാഷാ അല്ലാ നല്ല ബബ്ലും ആണ്. കൂടുതലും ചുച്ചു അമ്മക്ക് തുണയ്ക്ക് അമ്മാൻ്റെ വീട്ടിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് അമ്മ വാരി കൊടുക്കും അവൾക്ക്. അമ്മ വാരി തന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് പോലെ അറിയാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അതുപോലെ ഞാൻ പറയും അങ്ങനെ തടി വെപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 പേരും ഒരേപോലെ ഇട്ട് കാണാൻ നമ്മുടെ മനസ്സിന് കാണുമ്പോൾ തന്നെ ഒരു കുളിർമയാണ് കേട്ടോ. എന്തോ അൽഹംദുലില്ലാ മാഷാ അല്ലാ. നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടം ഉണ്ടാവൂലേ ഇവിടെ മക്കളും ഒരേപോലെ ഡ്രസ്സ് ഇട്ട് കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഒരേപോലെ ഉള്ളത് 3 എണ്ണമാണ് കിട്ടിയത്. പിന്നെ ആ ഒരു ബ്ലൂ കളറാണോ, അത് ഓർമ്മയില്ല, അതിൽ വന്നിട്ട് ചുച്ചുവിൻ്റെ സൈസൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇച്ചു ബേബിക്ക് നല്ല ഡ്രസ്സ് കിട്ടി. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഹയാനും റനക്കുട്ടിക്കും എന്തെങ്കിലുമൊക്കെ എടുക്കണം. പിന്നെ റനക്കുട്ടി എന്ത് ചെയ്തിരിക്കുന്നു, ഇന്നലെ ഞാൻ വരുമ്പോഴേക്കും അവൾ വന്നപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ ഒരു 2 ഡ്രസ്സ് അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് വേറെയും ഫാമിലിയിൽ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, തൽക്കാലം ഇടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൻ്റെ ഡ്രസ്സ് വാങ്ങിയെന്ന് പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, എനിക്കിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിശേഷമായിട്ട് ഇൻഷാ അല്ലാ ഞാൻ വരാം. നാളെ ഇൻഷാ അല്ലാ നമ്മുടെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. ബൈ.